സിറിയൻ സൈനിക മേഖലകളിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഇസ്രയേൽ നടത്തുന്ന വ്യാപകമായ ആക്രമണങ്ങൾ രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ ലംഘനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ അധ്യക്ഷതയിൽ നടന്ന UN സുരക്ഷാ കൗൺസിൽ യോഗത്തിന് മുന്നോടിയായാണ് ഗുട്ടറസ് സിറിയൻ വിഷയത്തിൽ തന്റെ നിലപാട് അറിയിച്ചത്. സിറിയയിൽ ബഷർ അൽ അസദിന്റെ പതനത്തെ തുടർന്ന് വ്യോമ നാവികസേന ആസ്ഥാനങ്ങളിലും ആയുധ ശേഖരങ്ങളിലും ഇസ്രയേൽ കനത്ത വ്യോമാക്രമണം തുടരുന്നതിനിടയിലാണ് ഗുട്ടറസ് തന്റെ നയം വ്യക്തമാക്കിയത് എന്നതും ശ്രദ്ധേയമാണ്. UAEയിൽ പുതുവർഷ ദിനത്തെ സർക്കാർ അവധി പ്രഖ്യാപിച്ചു. ജനുവരി 1 ബുധനാഴ്ച പൊതു അവധി. 2025 13 ദിവസം വരെയാണ് പൊതു അവധി ദിവസങ്ങളായി ലഭിക്കുന്നത്. UAE ക്യാബിനറ്റ് പുറപ്പെടുവിച്ച പ്രമേയമനുസരിച്ച് ഈദുൽ ഫിത്തർ അവധി അടുത്ത വർഷം അല്പം വ്യത്യസ്തമായിരിക്കും. റംസാൻ 30 ദിവസം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഈദിനു പുറമെ റംസാൻ 30ഉം അവധിയായിരിക്കും. അങ്ങനെയെങ്കിൽ ഈദുൽ ഫിത്തറിന് മൊത്തം 4 ദിവസത്തെ അവധി ലഭിക്കും. റംസാൻ മാസം 29 ദിവസം മാത്രമാണ് നീണ്ടു നിൽക്കുന്നതെങ്കിൽ അവധി ഈദിന്റെ ആദ്യ 3 ദിവസങ്ങൾ മാത്രമായിരിക്കും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പൊതു അവധി ദിവസങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റമാണ് ഇത്. ഈദുൽ അദ്ഹയ്ക്ക് മൊത്തം 4 ദിവസത്തെ അവധിയാണ് ലഭിക്കുന്നത്. UAEയിൽ ജോലിയിൽ നിന്ന് വിരമിച്ചവർക്കും ഇനി മുതൽ താമസ വിസ ലഭിക്കും. 55 വയസ്സും അതിൽ കൂടുതലുമുള്ള പ്രവാസികൾക്കായി 5 വർഷത്തെ റെസിഡൻസി വിസയാണ് നൽകുന്നത്. ഈ വിസയ്ക്ക് യോഗ്യത നേടുന്നതിന് അപേക്ഷകർ ഇനി പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കണം. UAEക്ക് അകത്തോ പുറത്തോ കുറഞ്ഞത് 15 വർഷമെങ്കിലും ജോലി ചെയ്തിരിക്കണം. അപേക്ഷകന് കുറഞ്ഞത് 10 ലക്ഷം ദിർഹം മൂല്യമുള്ള സ്വത്ത് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കുറഞ്ഞത് 20,000 ദിർഹം അല്ലെങ്കിൽ ദുബായിൽ 15,000 ദിർഹം പ്രതിമാസ വരുമാനം നേടണം. ഇതിന് കഴിഞ്ഞ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും ഹാജരാക്കേണ്ടതുണ്ട്. UAEയിൽ പബ്ലിക് ചാർജിംഗ് പോയിന്റുകൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് വാഹന ഉടമകൾ ഇനി മുതൽ നിശ്ചിത ചാർജ് നൽകേണ്ടി വരും. വരുന്ന ജനുവരി 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. 1 കിലോവാട്ടിന് 1 ദിർഹം 20 ഫിൽസാണ് നിരക്ക്. AC ചാർജറുകൾക്ക് കിലോവാട്ടിന് 70 ഫിൽസുമാണ് ഈടാക്കുക. ഇതുവരെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രോത്സാഹനമെന്ന നിലയിൽ പബ്ലിക് ചാർജിംഗ് സൗജന്യമായാണ് നൽകിയിരുന്നത്. ഒമാനിൽ ശൈത്യകാലം നാളെ മുതൽ ആരംഭിക്കും. ഒമാനിൽ പരക്കെ ഇന്നും നല്ല തണുപ്പാണ് അനുഭവപ്പെട്ടത്. രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയ ജബൽ ഷംസിൽ ഇന്ന് രാവിലെ -2 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില രേഖപ്പെടുത്തിയത്. വരും ദിവസങ്ങളിലും തണുപ്പ് കൂടാനാണ് സാധ്യത. കമ്പ്യൂട്ടർ വിപണന രംഗത്ത് ബർദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളികളുടെ കൂട്ടായ്മയായ മലയാളി കമ്പ്യൂട്ടർ അസോസിയേഷൻ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഫിറോസ് ഇസ്മയിലാണ് പ്രസിഡന്റ്. ജനറൽ സെക്രട്ടറി റാഷിദ് KK, ട്രഷറർ ഹുസൈനാർ. ഫിറോസ് ഇസ്മയിലിന്റെ അധ്യക്ഷതയിൽ നടന്ന ജനറൽ ബോഡി യോഗത്തിൽ സെക്രട്ടറി റിഫായി TP വരവ് ചെലവ് കണക്കുകളും പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. തുടർന്നാണ് അടുത്ത 3 വർഷത്തേക്കുള്ള കമ്മിറ്റിയെ തെരഞ്ഞെടുത്തത്. ദുബായ് പ്രിയദർശിനിയുടെ 19ാമത് വോളിബോൾ ടൂർണമെന്റിൽ ഓഷ്യൻ എയർ ട്രാവൽ ജേതാക്കളായി. വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ മദീനയെ തോൽപ്പിച്ചാണ് ഓഷ്യൻ എയർ ജേതാക്കളായത്. അൽ ഇത്തിഹാദ് ഇന്റർനാഷണൽ സ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റിൽ KPCC പ്രസിഡന്റ് K സുധാകരൻ, MP, ദുബായ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റി മേധാവി അഹമ്മദ് അൽ ഷാബി, ഇൻകാസ് UAE കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ അബ്ദുൽ അസീസ്, ഇൻകാസ് ദുബായ് പ്രസിഡന്റ് റഫീഖ് മട്ടന്നൂർ, ചന്ദ്രപ്രകാശ് എടമന എന്നിവർ അതിഥികളായി പങ്കെടുത്തു.